10,000 അല്ല, എണ്ണാമെങ്കിൽ എണ്ണിക്കോ. കേശുകാർ സ്ഥിരമായി വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷേ ആ മുദ്രാവാക്യമൊന്നും നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വിലപ്പോകില്ല. അതിൻ്റെ കാരണം കാണാം ഈ ചിത്രത്തിലൂടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹത്തിൻ്റെ വിജയത്തിനായി KSU പ്രവർത്തകർ ശാസ്താംകോട്ടയിൽ നിന്ന് പത്തനാപുരത്തേക്ക് ഒരു ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പ്രവർത്തകരുടെ തലയിൽ നീല റിബണുകൾ മാത്രം. കൊട്ടാരക്കര പുത്തൂർമുക്കിലെ ക്യാമറയ്ക്ക് അറിയില്ലല്ലോ ഇത് KSUവിൻ്റെ റാലിയാണെന്ന്. ഒറ്റ ക്ലിക്കിൽ പരമാവധി നേതാക്കളെ ക്യാമറ അതിൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു. 1-2 കൊല്ലം, അതായത് ഏകദേശം ഒരു 150ഓളം ബൈക്കിൻ്റെ അതിൽ മിക്കവാറുള്ള ബൈക്കുകളിലൊക്കെ ഹെൽമെറ്റുകളുണ്ട്. എന്നാൽ ചിലതിൽ പുറകെ ഇരിക്കുന്നവരില്ല. ഈ എണ്ണിയെടുത്ത് കൃത്യമായിട്ട് ആ നമ്പറുകൾ അവർ സൂം ചെയ്തെടുത്ത് അതിന് പറ്റി വന്നു. ജാഥയൊക്കെ ഗംഭീരമായി പൂർത്തിയാക്കി. കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ച് ഡൽഹിയിലേക്ക് വിമാനവും കയറി. KSU പ്രവർത്തകനായ ജോയൽ ജോസഫിന് തന്റെ ബൈക്ക് വിൽക്കാൻ ഒരാഗ്രഹം. എന്തെങ്കിലും പെറ്റി ബൈക്കിനുണ്ടോ എന്നറിയാൻ മോട്ടോർ വാഹന വകുപ്പിൽ പരിശോധന നടത്തി. ആ പരിശോധനാ ഫലം കണ്ട് ജോയൽ ഞെട്ടി. ജോയലിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളും ചിത്രം കണ്ട് ഫ്ലാറ്റ്. ഉണ്ടായിരുന്ന ആ പ്രവർത്തകരെ മൊത്തം ഈ ക്യാമറയിൽ പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പെറ്റി വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. കൂട്ടമായി നിയമലംഘനം നടത്തുന്നവരുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിയുമെന്ന് ഇപ്പോൾ വ്യക്തമായില്ലേ. ഇങ്ങനെ പതിയുന്ന ചിത്രങ്ങളിലെ നമ്പർ പ്ലേറ്റുകളെല്ലാം മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും, വിലാസം കണ്ടെത്തും, പിഴ ചുമത്തുകയും ചെയ്യും. അതുകൊണ്ട് ജാഗ്രത. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് കുറ്റകരമാണ്. അത് ഒറ്റയ്ക്കാണെങ്കിലും കൂട്ടമായിട്ടാണെങ്കിലും.